കുഞ്ഞാപ്പിയുടെ സ്കൂളിലെ എക്സ്പെരിമെൻറ്റിനായിട്ട് വാഴച്ചുണ്ട് കൊണ്ടൊരു കട്ട്ലേറ്റ് ഉണ്ടാക്കാനായിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നേ. അപ്പോൾ പുള്ളിയെ സ്വന്തമായിട്ട് ചെയ്യും. അപ്പോൾ അതിൻ്റെ വീഡിയോയും കൂടെ നമുക്ക് സബ്മിറ്റ് ചെയ്യേണ്ടതായിട്ടുണ്ടായിരുന്നു. അപ്പോൾ പുള്ളി ഞാൻ പറഞ്ഞു കൊടുക്കുന്ന പോലെയൊക്കെ ചെയ്യുന്നുണ്ട്. ഒരു പാനിൽ എണ്ണ ചൂടാക്കി അതിലേക്ക് ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക്, സവോളയൊക്കെ ഇട്ട് നല്ലവണ്ണം ഒന്ന് വഴറ്റിയെടുക്കണം. അത് നല്ലവണ്ണം വഴന്ന് വരുമ്പോഴേക്കും കണ്ടോ പുള്ളിക്ക് ടെൻഷനാണ്, എണ്ണയൊക്കെ തെറിക്കുമോ എന്നൊക്കെയുള്ള ടെൻഷനിലാണ് ചെയ്യണത്. അപ്പോൾ അതിലേക്ക് മഞ്ഞൾപ്പൊടിയും കൂടെ ഇട്ട് ഒന്ന് വഴറ്റിയെടുക്കാം. അതിനുശേഷം നമ്മൾ അരിഞ്ഞു വെച്ചേക്കുന്ന കണ്ടോ വാഴക്കൂമ്പ് അതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കണം. അതിനുശേഷം നമ്മൾ അതിലേക്ക് ലേശം ഉപ്പും കൂടെ ഇട്ട് നല്ലവണ്ണം ഒന്ന് വഴറ്റിയെടുക്കണം കേട്ടോ. ഇതിന് കട്ട്ലേറ്റ് ഉണ്ടാക്കാൻ നമ്മൾ നേരത്തെ ഉരുളക്കിഴങ്ങ് പുഴുങ്ങിയതിന് ശേഷം ഒന്ന് പൊടിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിലേക്ക് നമ്മൾ ഉരുളക്കിഴങ്ങും പൊടിച്ചതും കൂടെ ഇട്ട് നല്ലവണ്ണം വഴറ്റിയെടുത്ത് ഒരു പാത്രത്തിലേക്ക് നമ്മളതങ്ങോട്ട് മാറ്റി വെക്കണം. കണ്ടോ, ഇനി ഇത് നമ്മൾ ആ ഒരു കട്ട്ലേറ്റിൻ്റെ ഷേപ്പിലേക്കാക്കി നമ്മളതൊന്ന് എടുക്കണം. ആൾ പറഞ്ഞു കൊടുക്കുന്ന പോലെ അവൻ ചെയ്യുന്നുണ്ട്. കണ്ടോ, കട്ട്ലേറ്റ് പരത്തി നമ്മൾ ആവശ്യത്തിന് അത് പാത്രത്തിലേക്ക് വെക്കുക. പിന്നെ കട്ട്ലേറ്റ് ഉണ്ടാക്കാനായിട്ട് അറിയാമല്ലോ, നമുക്കൊരു മുട്ട വേണം. മുട്ട നമ്മൾ രണ്ട് മൂന്ന് മുട്ട എടുത്ത് നല്ലവണ്ണം ഉടച്ച് മിക്സാക്കി അത് പാത്രത്തിൽ വെച്ചിട്ടുണ്ട്. പിന്നെ അതുപോലെ ബ്രെഡും പൊടിച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് ഈ കട്ട്ലേറ്റ് മുക്കി നമ്മുടെ എണ്ണയിലേക്കിട്ട് വറുത്ത് കോരിയെടുത്ത് നല്ല അടിപൊളി വാഴക്കൂമ്പ് കട്ട്ലേറ്റ് റെഡി ആട്ടോ. കണ്ടോ കുഞ്ഞാപ്പി ചെയ്യണ കണ്ടോ, എന്താ ടേസ്റ്റ് എന്നറിയാവോ? അത് നമുക്ക് കഴിച്ച് നോക്കണം, എന്നാലേ അറിയൂ.